നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബഹിരാകാശം കീഴടക്കി ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ഭൂമിയിൽ മടങ്ങിയെത്തി. ശുഭാംശു അടക്കമുള്ള 4 ബഹിരാകാശ യാത്രികരെ വഹിച്ചുകൊണ്ടുള്ള XCM-4 ദൗത്യത്തിലെ ക്രൂ ഡ്രാഗൺ ഗ്രേസ് പേടകം കാലിഫോർണിയ തീരത്ത് വിജയകരമായി ഇറങ്ങി. കേരളത്തിലെ ഭൂരഹിതരായ മുഴുവൻ മനുഷ്യരെയും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുക എന്നതാണ് റവന്യൂ വകുപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രാധാന്യമേറിയതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ നടന്ന പട്ടയമേള റവന്യൂ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. പട്ടയം വിതരണം ചെയ്തത് 262 പേർക്ക്. ചേരി നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി കുന്നംകുളം പാറപ്പുറത്ത് നിന്ന് കുടിയൊഴിക്കപ്പെട്ട 33 കുടുംബങ്ങളിൽ 9 കുടുംബങ്ങൾക്ക് ഇനിയും പട്ടയം ലഭിച്ചില്ല. സ്വന്തമായുള്ള 3 സെന്റ് ഭൂമിയുടെ പട്ടയത്തിനായുള്ള കാത്തിരിപ്പ് ഈ കുടുംബങ്ങൾ തുടങ്ങിയിട്ട് 27 വർഷമായിട്ടും നടപടിയെടുക്കാതെ അധികൃതർ. പട്ടയമേള ദിനത്തിൽ കോൺഗ്രസ് പ്രതിഷേധ സംഗമം കുന്നംകുളത്ത് സംഘടിപ്പിച്ചു. നാട്ടിൻപുറത്തെ സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനം മാതൃകാപരമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശതാബ്ദി നിറവേറ്റിയ മറ്റം സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ശിലാഫലകം അനാച്ഛാദനം പ്രതിപക്ഷ നേതാവ് നിർവഹിച്ചു. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്നതിന് മുൻപ് മുന്നോട്ടെടുത്ത ബസ്സിൽ നിന്ന് വീണ യുവതിക്ക് പരിക്ക്. ഗുരുവായൂർ ചുവല്ലൂർപ്പടി സ്വദേശിനിയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യം. വാർത്തകൾ വിശദമായി. ബഹിരാകാശം കീഴടക്കി ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ഭൂമിയിൽ മടങ്ങിയെത്തി. ശുഭാംശു അടക്കമുള്ള 4 ബഹിരാകാശ യാത്രികരെ വഹിച്ചുകൊണ്ടുള്ള XCM-4 ദൗത്യത്തിലെ ക്രൂ ഡ്രാഗൺ ഗ്രേസ് പേടകം കാലിഫോർണിയ തീരത്ത് വിജയകരമായി ഇറങ്ങി. ശുഭാംശുവിന് പുറമെ മുതിർന്ന അമേരിക്കൻ ആസ്ട്രോനോട്ട് പെഗി വിറ്റ്സൺ, പോളണ്ട് സ്വദേശി സ്ലാവോസ് ഉസാൻസ്കി, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാബു എന്നിവരാണ് പേടകത്തിലുണ്ടായിരുന്നത്. പലതവണ മാറ്റിവെച്ച വിക്ഷേപണത്തിന് ശേഷം ജൂൺ 26-നാണ് XCM-4 ദൗത്യ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത്. നിലയത്തിൽ ലക്ഷ്യമിട്ട 60 പരീക്ഷണങ്ങളും പൂർത്തിയാക്കാൻ XCM-4 സംഘത്തിന് സാധിച്ചു. കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ 6 വിത്തിനങ്ങളുടെ പരീക്ഷണമടക്കം നിരവധി ഗവേഷണങ്ങൾ ISSൽ ശുഭാംശു ശുക്ലയുടെ മേൽനോട്ടത്തിൽ നടന്നു. വിവിധ പരീക്ഷണങ്ങളുടെ ഭാഗമായ സാമ്പിളുകളടക്കം 236 കിലോഗ്രാം കാർഗോ ഗ്രേസിൽ ഭൂമിയിലേക്ക് മടക്കി കൊണ്ടുവരുന്നുണ്ട്. മടങ്ങിയെത്തിയ 4 XCM യാത്രികരും ഫിസിക്കൽ തെറാപ്പി അടക്കമുള്ള ആരോഗ്യ പരിശീലനങ്ങൾക്ക് വിധേയരാകും. മസിലുകളുടെ കരുത്തും ചലനശേഷിയും എല്ലുകളുടെ ആരോഗ്യവും അടക്കം വീണ്ടെടുക്കാനായിട്ടാണ് ഇത്. എന്നാൽ 2 ആഴ്ച മാത്രമാണ് XCM-4 ദൗത്യത്തിന്റെ ദൈർഘ്യമെന്നതിനാൽ യാത്രികർക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കേരളത്തിലെ ഭൂരഹിതരായ മുഴുവൻ മനുഷ്യരെയും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുക എന്നതാണ് റവന്യൂ വകുപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രാധാന്യമേറിയതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ നടന്ന പട്ടയമേള ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭൂരഹിതരില്ലാത്ത കേരളം എന്ന ചരിത്ര നേട്ടം കൈവരിക്കാൻ ഒരുങ്ങുകയാണ് കേരള സർക്കാർ. ഇതിന്റെ ഭാഗമായി സാധാരണക്കാരനായ മനുഷ്യന് അർഹമായ ഭൂമി ലഭിക്കാൻ നിലവിലുള്ള ചട്ടങ്ങൾക്ക് ഭേദഗതി വരുത്തേണ്ടത് അനിവാര്യമാണെങ്കിൽ അതിൽ സർക്കാർ ഇടപെടുമെന്നും നിയമങ്ങളും ചട്ടങ്ങളും മനുഷ്യനിർമ്മിതമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്ന മുറയ്ക്ക് വില്ലേജിലെ ജനങ്ങൾക്ക് അവരുടെ ഭൂമിയുടെയും കെട്ടിടങ്ങളുടെയും വിശദാംശങ്ങൾ സമ്പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്ന ചിപ്പ് ഘടിപ്പിച്ച ATM കാർഡിന്റെ വലിപ്പമുള്ള ഡിജിറ്റൽ റവന്യൂ കാർഡ് നവംബർ മാസത്തിൽ പുറത്തിറക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. AC മൊയ്തീൻ MLA ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. നമ്മുടെ മണ്ഡലത്തിലെ പട്ടയ പ്രശ്നങ്ങളിൽ ഓരോ ഫയലും പരിശോധിച്ച് അത് റവന്യൂവിൽ നിക്ഷിപ്തമാക്കാനുള്ള നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഈ പഞ്ചായത്തുകളിലെ ബാക്കി പട്ടയങ്ങളുടെ കാര്യവും ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുന്നംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബസന്ത്ലാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. അഗതിയൂർ 2, അഞ്ഞൂർ 1, എയ്യാൽ 8, കടങ്ങോട് 6, കടവല്ലൂർ 2, കരിക്കാട് 8, കരിയന്നൂർ 1,
കാട്ടകമ്പാൽ 3, കാണിപ്പയൂർ 2, കിരാലൂർ 3, കുന്നംകുളം 4, ചിറമനേങ്ങാട് 23, ചെമ്മന്തിട്ട 2, ചൊവ്വന്നൂർ 5, തയ്യൂർ 1, നെല്ലുവായ് 5, പഴഞ്ഞി 2, പെരുമ്പിലാവ് 3, വെള്ളാറ്റഞ്ഞൂർ 4, വെള്ളറക്കാട് 5, വേലൂർ 7, കോട്ടപ്പുറം 16, ചിറ്റണ്ട 7, കാഞ്ഞിരക്കോട് 5 തുടങ്ങി വില്ലേജ് തലത്തിൽ 125 പേർക്കും, വനഭൂമി 6, ദേവസ്വം ഭൂമി 76, മിച്ചഭൂമി 26, ഇനാം ഉന്നതി പുറമ്പോക്കിനങ്ങളിൽ 29 തുടങ്ങി മൊത്തം 262 പേർക്കാണ് പട്ടയം വിതരണം ചെയ്തത്. ഡെപ്യൂട്ടി കളക്ടർ ആർ മനോജ് സ്വാഗതവും കുന്നംകുളം തഹസിൽദാർ OB ഹേമ നന്ദിയും പറഞ്ഞു. ചേരി നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി കുന്നംകുളം പാറപ്പുറത്ത് നിന്ന് കുടിയൊഴിക്കപ്പെട്ട 33 കുടുംബങ്ങളിൽ 9 കുടുംബങ്ങൾക്ക് ഇനിയും പട്ടയം ലഭിച്ചില്ല. 27 വർഷങ്ങളായി ഈ കുടുംബങ്ങൾ സ്വന്തമായുള്ള 3 സെന്റ് ഭൂമിയുടെ പട്ടയത്തിനായുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. വിഷ്ണു വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 1998-ൽ LDF കുന്നംകുളം നഗരസഭ ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ചേരി നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി പാറപ്പുറത്തു നിന്നും നഗരസഭാ പരിധിയിലെ വിവിധ വാർഡുകളിലെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് പുനരധിവാസത്തിനായി നഗരസഭാ കൌൺസിൽ തീരുമാനപ്രകാരം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നത്. ഇതിൽ 33 വീടുകളിൽ നിന്നും കോട്ടപ്പുറത്തെ 16 വീടുകൾക്ക് മാത്രമാണ് 2 വർഷം മുമ്പ് പട്ടയം നൽകിയത്. കാണിയാമ്പാൽ, നെഹ്റു നഗർ, പനങ്ങായി കയറ്റം, കിഴൂർ, തെക്കേ അങ്ങാടി എന്നീ പ്രദേശങ്ങളിലുള്ള കുടുംബങ്ങൾക്കാണ് ഇനിയും പട്ടയം ലഭിക്കാനുള്ളത്. നഗരസഭാ പരിധിയിലെ ഭൂമിയായതിനാൽ റവന്യൂ വിഭാഗത്തിലേക്ക് രേഖകൾ മാറ്റിയാൽ മാത്രമേ പട്ടയം ലഭിക്കുകയുള്ളൂ. ഇതിനായി നഗരസഭയിൽ നിന്നും തിരുവനന്തപുരം തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഉദ്യോഗസ്ഥർ രേഖകൾ അയച്ചിരുന്നു. എന്നാൽ അയച്ച രേഖകളിൽ റോഡ് പുറമ്പോക്ക് എന്നതിനു പകരം തോട് പുറമ്പോക്ക് എന്ന് രേഖപ്പെടുത്തിയാണ് ഉദ്യോഗസ്ഥർ രേഖകൾ അയച്ചത്. സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കിയ കുന്നംകുളം നഗരസഭ അധികൃതർ തെറ്റ് തിരുത്തി ഇത് റോഡ് പുറമ്പോക്കാണ് എന്ന് രേഖപ്പെടുത്തി 7 മാസം മുമ്പാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് വീണ്ടും രേഖകൾ അയച്ചത്. എന്നാൽ ഉദ്യോഗസ്ഥർക്ക് തെറ്റുപറ്റിയതിനാൽ തുടർ പ്രവർത്തനങ്ങൾ നിലച്ചതാണ് ഈ പട്ടയമേളയിൽ ലഭിക്കേണ്ട പട്ടയം തങ്ങൾക്ക് നഷ്ടമാകാൻ കാരണമായതെന്ന് ഇവർ പറയുന്നു. ഇപ്പോൾ വീടാകെ ചോർന്നൊലിക്കുകയാണ്. ഞാനേ പാത്രങ്ങളൊക്കെ വെച്ചുകൊടുക്കകത്ത് ഇതുമെന്ന് ഇങ്ങനെ വെള്ളം ഒഴുകിയിട്ടേ കുറ്റപ്പണിക്കും കാശ് എനിക്കുണ്ട്. വീട് നമ്പറൊന്നുമില്ല. വീട് നമ്പർ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ കൗൺസിലർ പറഞ്ഞു അന്വേഷിച്ചിട്ട് പറയാം. പക്ഷേ എനിക്ക് ഇതുവരെ അന്വേഷിച്ചൊരു വിവരം വന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ഈ 9 വീട്ടുകാരുടെ താമസത്തിൽ തേച്ചിട്ടില്ല. എനിക്ക് മക്കളുണ്ട്, പക്ഷെ ആരും ഇപ്പം എന്നെ നോക്കണില്ല. ഞാൻ ഒറ്റയ്ക്കായി വീട്ടിൽ. ചൊവ്വാഴ്ച നടന്ന കുന്നംകുളം നിയോജക മണ്ഡലം പട്ടയമേളയിൽ തങ്ങൾക്ക് പട്ടയം ലഭിക്കുമെന്നായിരുന്നു 9 കുടുംബങ്ങളും സ്വപ്നം കണ്ടിരുന്നത്. MLAയോ ഭരണകർത്താക്കളോ വിചാരിച്ചാൽ 7 മാസം മുമ്പ് തെറ്റുതിരുത്തി തിരിച്ചയച്ച രേഖകൾ ശരിയാക്കി ഈ പട്ടയമേളയിൽ തങ്ങൾക്ക് പട്ടയം തരാമായിരുന്നുവെന്നും വഴിയാധാരമാക്കിയത് സർക്കാരാണെന്നും കുടുംബങ്ങൾ കുറ്റപ്പെടുത്തി. ഇവർക്ക് അത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട MLA വിചാരിച്ചാൽ അല്ലെങ്കിൽ ഭരണകർത്താക്കൾ വിചാരിച്ചാൽ 7 മാസം മുമ്പ് തിരുത്തി കൊടുത്ത ലെറ്റർ അത് തിരുവനന്തപുരത്ത് അത് ശരിയാക്കി ഞങ്ങൾക്ക് ഈ പട്ടയമേളയിൽ അത് ഞങ്ങൾക്ക് ആ പട്ടയം തരാമായിരുന്നു. LDF ആണ് ഞങ്ങളെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വഴിയാധാരമാക്കിയത് അവർ തന്നെയല്ലേ. അവർക്ക് ഈ 25 വർഷം പാർട്ടി ഭരിച്ചിട്ടും ഈ കുന്നംകുളം നഗരസഭ പാർട്ടി ഭരിച്ചിട്ടും ഞങ്ങൾക്ക് ഇതിനെതിരായിട്ട് ഞങ്ങൾ പട്ടയം നൽകാനായിട്ട് അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. നഗരസഭാ അധികൃതരുടെ നിരുത്തരവാദിത്തപരമായ സമീപനം മൂലമാണ് തങ്ങൾക്ക് പട്ടയം ലഭിക്കാതിരുന്നതെന്നും സ്ഥലം MLAയെ നേരിൽ കണ്ട് പരാതി ബോധിച്ചപ്പോൾ പോലും അവഗണനയാണ് ഉണ്ടായതെന്നും കുടുംബങ്ങൾ പറയുന്നു. ഓരോ വീടും കാലപ്പഴക്കമുള്ളതും അപകടാവസ്ഥയിലുമായ അവസ്ഥയാണ്. വീടിന് പട്ടയമോ നികുതിയോ ഇല്ലാത്തതിനാൽ നഗരസഭയിൽ നിന്നോ മറ്റ് സ്വകാര്യ ബാങ്കുകളിൽ നിന്നോ വായ്പകൾ പോലും എടുക്കാൻ സാധിക്കാറില്ല. ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കണമെന്നും പട്ടയം അനുവദിക്കുന്നതിന് വേണ്ട നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നും കുടുംബങ്ങൾ ആവശ്യപ്പെട്ടു. എത്രയും വേഗം ഞങ്ങൾക്ക് പട്ടയം കിട്ടാനുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ച് അതിന് തടസ്സമായിട്ടുള്ള രേഖകൾ അത് തിരുവനന്തപുരത്ത് അതിന് ബന്ധപ്പെട്ട അധികാരികൾ കടന്നു ചെന്ന് അത് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സം തീർക്കാനല്ലേ ഭരണാധികാരികളും ജനപ്രതിനിധികളും അവർ ഞങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നുള്ള വിശ്വാസത്തോടെ ഇന്നും പ്രാർത്ഥനയോടെ ഞങ്ങൾ കാത്തിരിക്കുക. 27 വർഷമായിട്ടും പട്ടയമില്ല. പട്ടയമേള ദിനത്തിൽ കോൺഗ്രസ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. സ്വന്തമായുള്ള 3 സെന്റ് ഭൂമിയുടെ പട്ടയത്തിനായുള്ള കാത്തിരിപ്പിൽ അധികാരികളുടെ കണ്ണ് തുറക്കാൻ വേണ്ടിയാണ് 9 കുടുംബങ്ങൾ തെരുവിൽ സമരത്തിനിറങ്ങിയത്. ചേരി നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി പാറപ്പുറത്ത് നിന്ന് കുടിയൊഴിക്കപ്പെട്ട 23 കുടുംബങ്ങളിൽ ഇനിയും പട്ടയം ലഭിക്കാത്ത 9 കുടുംബങ്ങളാണ് കുന്നംകുളത്ത് നടന്ന നിയോജക മണ്ഡലം പട്ടയമേള വേദിക്ക് മുന്നിൽ നെഹ്റു നഗർ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച സമരസംഗമത്തിൽ പങ്കെടുത്തത്. പട്ടയമേള നടക്കുന്ന അതേ സമയത്തു തന്നെയായിരുന്നു പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചത്. നഗരസഭാ അധികൃതരുടെ നിരുത്തരവാദിത്വപരമായ സമീപനം മൂലമാണ്
തങ്ങൾക്ക് പട്ടയം ലഭിക്കാത്തതെന്നും സ്ഥലം MLA ഈ കുടുംബങ്ങളോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. നഗരസഭാ കൗൺസിലർ ലബീബ് ഹസൻ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സംഗമം മുൻ നഗരസഭാ ചെയർമാനും DCC സെക്രട്ടറിയുമായ KC ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. ആർക്കും വിരോധമില്ല, കൊടുക്കുന്നതിന് ആർക്കും വിരോധമില്ല. ഒരു ചെറിയ ഒരു സാങ്കേതിക പിഴവുണ്ട്. 9 കുടുംബങ്ങൾ 27 കൊല്ലമായി അത് മാറ്റി കിട്ടുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യവസ്ഥയുടെ എത്രമാത്രം മോശപ്പെട്ടൊരവസ്ഥയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, മുനിസിപ്പൽ ഭരണത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്കതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് നമ്മുടെ ബസ് സ്റ്റാൻഡാണ്, പുതിയ ബസ് സ്റ്റാൻഡ്. മുൻ നഗരസഭാ ചെയർമാൻമാരായ CI ഇട്ടി മാത്യു, CV ബേബി, TS സുബ്രഹ്മണ്യൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ PI തോമസ്, മിഷ സെബാസ്റ്റ്യൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെറിൻ രാജു, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രേഷ്മ സതീഷ്, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. KC റെജിമാസ്റ്റർ സ്വാഗതവും ഡോക്ടർ ഹനിനി M രാജ് നന്ദിയും പറഞ്ഞു. പട്ടയം ലഭ്യമാകാത്ത കുടുംബങ്ങളെ പ്രതിനിധീകരിച്ച് PV ദാസൻ, ബിന്ദു ജോസ്, അച്ചാമ്മ പൗലോസ്, മോളി വർഗീസ്, മറിയാമ്മ, ലിസ, മേരി വർഗീസ്, മറിയാമു എന്നിവർ സംബന്ധിച്ചു. മറ്റു വാർത്തകൾ. ഇറങ്ങുന്നതിന് മുൻപ് മുന്നോട്ടെടുത്ത ബസ്സിൽ നിന്ന് വീണ യുവതിക്ക് പരിക്ക്. ഗുരുവായൂർ ചുവലൂർപ്പടി സ്വദേശിനിക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച വൈകിട്ട് 4:20 കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിലായിരുന്നു സംഭവം. പെരുമ്പിലാവിൽ യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതി മടങ്ങി വരുന്നതിനിടെയായിരുന്നു അപകടം. ഗുരുവായൂർ കുറ്റിപ്പുറം റൂട്ടിൽ സർവീസ് നടത്തുന്ന ആദിദേവ് ലിമിറ്റഡ് ഷോപ്പ് ബസ്സിൽ നിന്നാണ് യുവതി വീണത്. പരിക്കേറ്റ യുവതിയെ കുന്നംകുളം ദയാ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. സംഭവത്തിൽ ബന്ധപ്പെട്ടവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യുവതി കുന്നംകുളം പോലീസിൽ പരാതി നൽകി. നാട്ടിൻപുറത്തെ സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനം മാതൃകാപരമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശതാബ്ദി നിറവിലെത്തിയ മറ്റം സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വായ്പ കൊടുക്കുകയും നിക്ഷേപം സ്വീകരിക്കുകയും ചെയ്യുന്ന ബാങ്കിംഗ് പ്രവർത്തനങ്ങൾക്കപ്പുറം സഹകരണ ബാങ്കുകളുടെ പ്രസക്തി മറ്റു ബാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവിടെ നിക്ഷേപിക്കുന്ന പണം ഇവിടെ കൊടുക്കുന്ന വായ്പയും ഇവിടെ തന്നെയുണ്ട് എന്നതാണ് സഹകരണ ബാങ്കിന്റെ പ്രത്യേകത. ഓരോ സഹകരണ ബാങ്കിന്റെ ചുറ്റുപാടിന്റെ പരിധിക്കപ്പുറത്തേക്ക് പണം പോകുന്നില്ല. മറ്റു ബാങ്കുകളിൽ നമ്മൾ പണം നിക്ഷേപിക്കുമ്പോൾ അത് കേരളത്തിൽ എന്നല്ല വേറെ ഏതെങ്കിലും സംസ്ഥാനത്തായിരിക്കും ഉണ്ടാവുക. എന്നാൽ സഹകരണ ബാങ്കിന്റെ നിലനിൽപ്പ് തന്നെ ഈ ബാങ്കിലെ പണം ഈ നാട്ടിലെ ആളുകളുടെ ആവശ്യങ്ങൾക്ക് ഉതകുന്നു എന്നതിലാണെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. എത്ര തലമുറകളിൽപ്പെട്ട ആളുകളാണ് ബാങ്കിൽ കൂടി പോയി. ഇത് നാട്ടുകാരുടെ വീട്ടുമുറ്റുന്ന ബാങ്കാണ് അല്ലേ? ഏറ്റവും പ്രിയപ്പെട്ട ഒരു ബാങ്കാണ്. വിശ്വാസ്യതയാണ് ഏറ്റവും പ്രധാനം. ഞാൻ എപ്പോഴും പറയും, വ്യക്തിക്ക് മാത്രമല്ല, സംഘടനയ്ക്കും വ്യക്തിക്കും സ്ഥാപനത്തിനും എല്ലാത്തിനും പ്രധാനം വിശ്വാസ്യത. നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അത് നടന്നിരിക്കണം. ആ വാക്ക്, ആ വിശ്വാസം ജനങ്ങളുടെ ഒരു സ്ഥാപനം എന്നല്ലേ. ഇതൊരു ധനകാര്യ സ്ഥാപനമാണ്. മറ്റു ബാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പ്രസക്തിയുണ്ട്. എന്താ കാര്യം? ഇവിടെ നിക്ഷേപിക്കുന്ന പണം, ഇവിടെ കൊടുക്കുന്ന വായ്പ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഈ ചുറ്റോലുണ്ട് ഇല്ലേ? ഇവിടുത്തെ ഈ പണം പുറത്തേക്ക് പോകുന്നില്ല. ഈ ബാങ്കിന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് പണം പോകുന്നില്ല. അതാണ് സഹകരണ ബാങ്കിന്റെ പ്രസക്തി. ഹെഡ് ഓഫീസ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് റൂബി ഫ്രാൻസിസ് അധ്യക്ഷയായി. ഗുരുവായൂർ അർബൻ ബാങ്ക് മുൻ ചെയർമാൻ V വേണുഗോപാൽ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം PK രാജൻ, കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, മറ്റം ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ഡയറക്ടർ ഷാജു തരകൻ, ബാങ്ക് മുൻ പ്രസിഡന്റ് MK അപ്പു, ബാങ്ക് ഡയറക്ടർ അഡ്വക്കേറ്റ് VR അനൂപ്, സെക്രട്ടറി CN രംഗീഷ് എന്നിവർ സംസാരിച്ചു. ജൂൺ 15 നടന്ന ശതാബ്ദി ആഘോഷ ചടങ്ങിൽ ഉദ്ഘാടകനായ VD സതീശന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ചാവക്കാട് തിരുവത്രയിൽ വീടിന് നേരെ ആക്രമണം. പുത്തൻകടപ്പുറം EMS നഗർ AC പടിക്ക് കിഴക്ക് ചിങ്ങനാത്ത് അബ്ദുള്ള മോന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇന്ന് പുലർച്ചെ 3-നാണ് സംഭവം. വീട്ടിലെ 3 ജനൽപ്പാളികൾ അടിച്ചു തകർത്തു. അബ്ദുള്ള മോന്റെ ശരീരത്തിൽ ചില്ല് തെറിച്ചതോടെയാണ് വിവരം അറിയുന്നത്. വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അക്രമികൾ രക്ഷപ്പെട്ടിരുന്നു. ഇരുമ്പുവടി കൊണ്ടാണ് ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തതെന്ന് കരുതുന്നു. അബ്ദുള്ള മോൻ മത്സ്യവിതരണ തൊഴിലാളിയാണ്. ചാവക്കാട് പോലീസിൽ പരാതി നൽകി. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ചയാളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറമനേങ്ങാട് നെല്ലിപ്പറമ്പിൽ മമ്മുണ്ണി എന്ന് വിളിക്കുന്ന മരക്കാർ 58 വയസ്സുള്ള അബ്ദുള്ളയാണ് അറസ്റ്റിലായത്. പോക്സോ വകുപ്പ് ചേർത്താണ് കേസ്.
കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഗുരുവായൂരിൽ കാർ നിയന്ത്രണം വിട്ട് മതിലിടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. മമ്മിയൂർ റോഡിൽ ഫുഡ് താസ ഹോട്ടലിന് സമീപത്തെ മതിലിലേക്കാണ് നിയന്ത്രണം വിട്ട് കാർ ഇടിച്ചു കയറിയത്. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു അപകടം. വഴിയാത്രക്കാരായ 3 സ്ത്രീകൾക്കും കാറിലുണ്ടായിരുന്ന 2 പേർക്കുമാണ് പരിക്ക്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിലെ പന്നിത്തടം സെന്ററിൽ വാഹനയാത്രക്കാരുടെ കാഴ്ച മറയ്ക്കും വിധം സ്വകാര്യ വ്യക്തി നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നതായി പരാതി. പഞ്ചായത്തിന്റെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങളെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. അക്കിക്കാവ് റോഡിൽ നിന്നും പന്നിത്തടം സെന്ററിലേക്ക് വരുന്ന വാഹനങ്ങളുടെ കാഴ്ച മറയ്ക്കും വിധത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നാണ് പരാതി. ദിനംപ്രതി അപകടങ്ങൾ നടക്കുന്ന പന്നിത്തടം സെന്ററിൽ ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത് പഞ്ചായത്ത് അധികൃതരുടെ ഒത്താശയോടെയാണെന്നും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി വിഷ്ണു ചെറുമനങ്ങാട് ആരോപിച്ചു. പതിവായിക്കൊണ്ടിരിക്കെ നമ്മളിപ്പോൾ ഞാൻ നിൽക്കണതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു സ്വകാര്യ വ്യക്തി അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ഈ വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകൾക്കും മറ്റുള്ള ആളുകൾക്കും ആ കാഴ്ച മറച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ അനുമതികൾ ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. ഇതിന് പഞ്ചായത്തോ മറ്റേ ഭരണസമിതിയോ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കാനോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അധികാരികൾ അതിന് ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് എന്തെങ്കിലും അനുമതി നൽകിയിട്ടുണ്ടോ എന്നുള്ളത് പോലും നമുക്കറിയില്ല. ഇത്തരത്തിൽ ഇങ്ങനെ ഒരു പദ്ധതി ഇത്തരത്തിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം ഇവിടെ ചെയ്യുന്നത് അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ അതിന്റെ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. എഴുത്തുകാരി വിനീത കുട്ടഞ്ചേരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. 44 വയസ്സായിരുന്നു. മുണ്ടത്തിക്കോട് കാങ്കിൽ രാജുവിന്റെ ഭാര്യയായ വിനീതയെ വെളപ്പായിലുള്ള വാടക വീട്ടിൽ തിങ്കളാഴ്ച രാത്രി 7 മണിയോടെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇവർ എഴുതിയ വിൻസെന്റ് വാൻ ഗോഗിന്റെ വേനൽ പക്ഷികൾ എന്ന പുസ്തകം കഴിഞ്ഞ ശനിയാഴ്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു പ്രകാശനം ചെയ്തിരുന്നു. സംസ്കാരം നടത്തി. കാട്ടകാമ്പാൽ പഞ്ചായത്തിൽ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാകുന്നു. റോഡിലൂടെ കൂട്ടമായി എത്തുന്ന തെരുവുനായ്ക്കളെ ഭയന്നാണ് സ്കൂൾ വിദ്യാർത്ഥികളും കാൽനട യാത്രക്കാരും സഞ്ചരിക്കുന്നത്. റോഡിലൂടെ തലങ്ങും വിലങ്ങും ഓടുന്ന നായ്ക്കൾ വാഹനയാത്രികർക്കും ഭീഷണിയാണ്. ഒരാഴ്ച മുൻപ് IHDP കോളനിയിൽ തെരുവുനായ നാട്ടുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. ആളൊഴിഞ്ഞ വീടുകളിലും മറ്റും തങ്ങുന്ന തെരുവുനായ്ക്കൾ പലപ്പോഴും ഇരുചക്ര വാഹനങ്ങൾക്ക് പിന്നാലെ ഓടുന്നതും പതിവാവുകയാണ്. തെരുവുനായ്ക്കളെ പിടികൂടുവാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ഇല്ലം നിറയ്ക്കായി പഴുനാന ചമ്മന്തിട്ട പാടശേഖരത്തിൽ നെൽക്കതിരുകൾ ഒരുങ്ങി. പഴുനാന ആലാട്ട് തറവാട്ടുകാരാണ് ഇല്ലം നിറയ്ക്കായി ഇത്തവണയും കതിരുകൾ വിളയിച്ചത്. ആദ്യ കതിർക്കറ്റകൾ ആനായിക്കൽ ചീരംകുളങ്ങര ക്ഷേത്രത്തിലേക്കാണ്. പഴുനാന ചമ്മന്തിട്ട പാടശേഖരത്തിലെ 4 ഏക്കർ വയലിലാണ് ഇല്ലം നിറയ്ക്കുള്ള കതിരുകൾ വിളയിച്ചിട്ടുള്ളത്. പ്രസിദ്ധ ക്ഷേത്രങ്ങളായ ഗുരുവായൂർ, ശബരിമല, ചോറ്റാനിക്കര, വൈക്കം, ഇരിങ്ങാലക്കുട, കൂടൽമാണിക്യം, തൃപ്രയാർ, ആറാട്ടുപുഴ, കൊടുങ്ങല്ലൂർ, തളി, തൃപ്പുണിത്തറ, ഏറ്റുമാനൂർ, തിരുനക്കര ഉൾപ്പെടെ കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലേക്കും നിറപ്പുത്തിരിക്ക് കതിർക്കറ്റകൾ കൊണ്ടുപോകുന്നത് ആലാട്ട് തറവാട്ടിൽ നിന്നാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള 135 ക്ഷേത്രങ്ങളിലേക്ക് കതിർക്കറ്റകൾ ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. 6 പതിറ്റാണ്ട് മുൻപാണ് ആലാട്ട് തറവാട്ടുകാർ കാരണവർമാരായ വേലപ്പന്റെയും ഇറ്റ്യാമന്റെയും നേതൃത്വത്തിൽ ഇല്ലം നിറയ്ക്ക് കതിർ വിളയിക്കാൻ തുടങ്ങിയത്. അവരുടെ കാലശേഷം പിന്മുറക്കാരായ കൃഷ്ണൻകുട്ടി, ബാബു, രാജൻ, ചന്ദ്രൻ എന്നിവരാണ് കതിരൊരുക്കുന്നത്. ഇപ്രാവശ്യം ക്ഷേത്രങ്ങളിലേക്ക് നല്ല രീതിയിൽ കതിര് കൊടുക്കാനായിട്ട് നല്ല കതിര് വിളഞ്ഞ് നിൽക്കുന്നതിൽ സന്തോഷത്തിൽ നിൽക്കുകയാണ്. അതിനെ ഈശ്വരാനുഗ്രഹം നന്നായിട്ട് നമുക്കുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഫസ്റ്റിൽ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായെങ്കിലും നമുക്ക് ക്ഷേത്രത്തിലേക്ക് കതിര് കൊടുക്കേണ്ട നേരത്ത് നമുക്ക് കതിര് കൊടുക്കാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. വിഷു കഴിഞ്ഞാൽ അടുത്ത മുഹൂർത്തത്തിൽ വിത്തിറക്കും. 90 ദിവസം കൊണ്ട് കതിരിടുന്ന കനക ഇനത്തിലുള്ള വിത്താണ് ഉപയോഗിക്കുന്നത്. ഓരോ വർഷങ്ങളിലും 4000-ലധികം കതിർക്കറ്റകളാണ് ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ലക്ഷണമൊത്ത കതിരുകൾ ലഭിക്കുമെന്നതിനാലാണ് ഇവിടേക്ക് ആവശ്യക്കാർ എത്തുന്നത്. ഞങ്ങളുടെ നാട്ടിലെ ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിലെ ഇല്ലം നിറയ്ക്ക് വേണ്ടി ഒരു കതിര് അന്വേഷിച്ചിട്ട് കിട്ടാനില്ല. ഞങ്ങളുടെ നാട്ടിലും പാടങ്ങളൊക്കെ ഉണ്ട്, ഒരു കതിര് കിട്ടാനില്ല.
അപ്പോൾ കേട്ടറിഞ്ഞിട്ട് വന്നതാണ്. കുറച്ച് കാലങ്ങളായിട്ട് പച്ച കതിരും അതുപോലെ വിളയാത്ത കതിരും ഒക്കെയാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇപ്പോൾ ആലാട്ട് ബാബുവിൻ്റെ അവിടേക്ക് വന്നിട്ടുള്ളത്. ഇത്തവണത്തെ ആദ്യ കതിർക്കറ്റ ആനായിക്കൽ ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. ആലാട്ട് ബാബുവിന്റെ കൃഷിയിടത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് KB അശോക് കുമാർ ആദ്യ കതിർ കൊയ്തെടുത്ത് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി KS ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ജനവർദ്ധനൻ കല്ലായിൽ, ഭാരവാഹികളായ രവീന്ദ്രൻ, സദാശിവൻ, സഞ്ജയ്, ബാജി എന്നിവർ പങ്കെടുത്തു. കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ 500-ലധികം ക്ഷേത്രങ്ങളിലേക്ക് ഇല്ലെന്നിറക്കുള്ള കതിർക്കറ്റകൾ കൊണ്ടുപോകുന്നത് ആലാട്ട് തറവാട്ടിൽ നിന്നാണ്. ഏകദേശം 6 പതിറ്റാണ്ടായി ഇവർ ഈ പുണ്യകർമ്മം തുടർന്നു വരുന്നു. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. കടകമ്പൽ പഞ്ചായത്തിലെ അരുവായി വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. കോട്ടൂൽ മംഗലം പാലസിൽ നടന്ന സംഗമം കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് മിനി ടീച്ചർ അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ മുഖ്യാതിഥിയായി. മണ്ഡലം പ്രസിഡന്റ് MM അലി, കോൺഗ്രസ് നേതാക്കളായ MS മണികണ്ഠൻ, സുനിൽ അരുവായ്, MA അബ്ദുൾ റഷീദ്, NM റഫീഖ്, സോണി സക്കറിയ തുടങ്ങിയവർ സംസാരിച്ചു. പുതുതായി പാർട്ടിയിൽ ചേർന്ന വിൽസൺ ബഡ്ഡബാലിനെ സ്വീകരിച്ചു. തുടർന്ന് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെയും ഉപഹാരം നൽകി അനുമോദിച്ചു. ആഫ്രിക്കൻ ഒറ്റശല്യം വ്യാപകമായ പെരുമ്പടപ്പ് പഞ്ചായത്തിലെ 8ാം വാർഡ് ചെറവല്ലൂർ അരീക്കാട് മേഖലയിൽ ഒറ്റ നിയന്ത്രണ ക്യാമ്പയിന് തുടക്കമായി. പഞ്ചായത്ത് പ്രത്യേകമായി അനുവദിച്ച തുക ഉപയോഗിച്ചാണ് നിയന്ത്രണ നടപടികൾ നടത്തുന്നത്. ഒച്ചുബാധിത പ്രദേശങ്ങൾ വൃത്തിയാക്കാനും തുരിശിലായനി സ്പ്രേ ചെയ്യാനുമായി ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ വിദഗ്ധരായ തൊഴിലാളികളാണ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത്. പ്രദേശം ഒച്ച് വിമുക്തമാക്കുക എന്ന ഉദ്ദേശത്തോടെ മുഴുവൻ സ്ഥലങ്ങളും മരുന്ന് സ്പ്രേ ചെയ്ത് തീരുന്നതുവരെ ഈ പ്രവർത്തനം തുടരുമെന്ന് വൈസ് പ്രസിഡന്റ് പറഞ്ഞു. തൊഴിലാളികൾക്ക് മുൻകരുതലായി മാസ്ക്, സംരക്ഷണ കണ്ണട, കയ്യുറ, റെയിൻകോട്ട്, ബൂട്ടുകൾ തുടങ്ങിയവ പഞ്ചായത്ത് അനുവദിച്ചിരുന്നു. മരുന്നുതളി കൂടുതൽ ഫലപ്രദമാക്കുന്നതിനു വേണ്ടി ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന പവർ സ്പ്രേയറുകളാണ് ഉപയോഗിക്കുന്നത്. പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിലുള്ള ക്യാമ്പയിന് വൈസ് പ്രസിഡന്റ് P നിസാർ നേതൃത്വം നൽകി. പഞ്ചായത്ത് അംഗങ്ങളായ അഷ്റഫ്, സക്കറിയ, ഉണ്ണികൃഷ്ണൻ, കൃഷി ഓഫീസർ ചിപ്പി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സാജൻ C ജേക്കബ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ M വിജയശ്രീ, അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് M ബാലകൃഷ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ സുഭാഷ്, പഞ്ചായത്ത് ടെക്നിക്കൽ അസിസ്റ്റന്റ് നിയാസ് എന്നിവർ ക്യാമ്പയിനിൽ പങ്കെടുത്തു. ഗുരുവായൂരിലെ വികസന നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തി CPM നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചു. വികസന നേട്ടങ്ങൾ മറച്ചുവെച്ച് കോൺഗ്രസും BJP നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ എന്ന രാഷ്ട്രീയ സന്ദേശമുയർത്തി കിഴക്കേനടയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം M കൃഷ്ണദാസ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി TT ശിവദാസ്, NK അക്ബർ MLA, ലതാ പുഷ്കരൻ, ബിബിത മോഹൻ, സിന്ധു ബാബു എന്നിവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ് സ്വാഗതവും ഗുരുവായൂർ ലോക്കൽ സെക്രട്ടറി KR സൂരജ് നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് മാത്രമായി വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സെക്ഷൻ ആരംഭിക്കുവാനും ചക്കംകണ്ടത്തെ പ്ലാന്റിൽ നവീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനും തീരുമാനം. MLA NK അക്ബറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല സമിതിയിലാണ് തീരുമാനമുണ്ടായത്. അഴുക്കുചാൽ പദ്ധതിയുടെ നിർവഹണത്തിന് പ്രത്യേക സെക്ഷൻ നിലവിലില്ലാത്തതിനാലും ഗുരുവായൂർ വാട്ടർ അതോറിറ്റി ഡിവിഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് ചുമതല ഏൽപ്പിച്ചതിനാലും ജോലിയുടെ ബാഹുല്യം നിമിത്തം കാര്യക്ഷമമായി മേൽനോട്ടം നടത്തുന്നതിന് പ്രയാസം നേരിടുന്നതായി യോഗം വിലയിരുത്തി. ഈ സാഹചര്യത്തിൽ മലിനജല ശുദ്ധീകരണ പദ്ധതിക്ക് മാത്രമായി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ പ്രത്യേക സെക്ഷൻ രൂപീകരിക്കുന്നതിന് ഉന്നതതല യോഗം സർക്കാരിലേക്ക് ശുപാർശ നൽകി. നിലവിൽ ചക്കംകണ്ടത്ത് പ്രവർത്തിക്കുന്ന പ്ലാന്റിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താനും പൈപ്പുകൾ മാറ്റി പുതിയവ സ്ഥാപിക്കാനും യോഗത്തിൽ തീരുമാനമായി. പ്ലാന്റ് നവീകരണത്തിനായി 55 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകിയതായി വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ യോഗത്തെ അറിയിച്ചു. 2 കോടിയോളം രൂപ അഴുക്കുചാൽ പദ്ധതിയുടെ നവീകരണത്തിനായി വേണ്ടിവരുമെന്ന് യോഗം വിലയിരുത്തി. ഈ തുക സർക്കാർ ഫണ്ടായും അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും കണ്ടെത്തുന്നതിന് യോഗത്തിൽ ധാരണയായി. ഗുരുവായൂർ നഗരത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലെയും മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനുള്ള പൈപ്പ് ലൈനുകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ പ്രദേശങ്ങളിലേക്ക് കൂടി മലിനജല ശുദ്ധീകരണ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള വിശദമായ പദ്ധതി എത്രയും വേഗം തയ്യാറാക്കി സമർപ്പിക്കുന്നതിന് വാട്ടർ അതോറിറ്റിയുടെ PPD ആൻഡ് സീവറേജ് വിഭാഗത്തിന് MLA നിർദ്ദേശം നൽകി. ചക്കംകണ്ടം പ്ലാന്റിലേക്ക് വാഹനം മുഖേന നേരിട്ട് മാലിന്യം എത്തിക്കുന്നതിനുള്ള യാതൊരു പദ്ധതിയും നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് MLA യോഗത്തെ അറിയിച്ചു.
ഓഗസ്റ്റ് മാസത്തിൽ നിർവഹണ പുരോഗതി യോഗം ചേരുന്നതിന് തീരുമാനമായി. യോഗത്തിൽ ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ്, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ഗുരുവായൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ഷെഫീർ, നഗരസഭാ വാർഡ് കൌൺസിലർ നൌഫൽ, ചാവക്കാട് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന, വാട്ടർ അതോറിറ്റി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ കെ സുരേഷ്, വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർമാരായ പി.എ. സുമ, ഷൈജു പി. തടത്തിൽ, വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ രേഖ പി. നായർ, ബിജു മോഹൻ, നഗരസഭാ സെക്രട്ടറി അഭിലാഷ്, വാട്ടർ അതോറിറ്റിയിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും എഞ്ചിനീയർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ രാസവളങ്ങളുടെ സബ്സിഡി വെട്ടിക്കുറച്ചതിലും വില വർദ്ധിപ്പിച്ചതിലും പ്രതിഷേധിച്ച് കർഷക സംഘം ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് കർഷക മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം അബ്ബാസ് മാലിക്കുളം ധർണ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് എം.ആർ. രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ വൈസ് പ്രസിഡന്റ് എ.ഡി. ദനീബ്, നിമൽ മാസ്റ്റർ, പി.വി. ഷെറീഫ്, കെ.വി. ശശി എന്നിവർ സംസാരിച്ചു. കുന്നംകുളം തെക്കിയങ്ങാടി സെന്റ് മത്തിയാസ് കുരിശുപള്ളി പെരുന്നാൾ ആഘോഷിച്ചു. കുര്യാക്കോസ് സഹദയുടെ ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി വികാരി ഫാദർ ഗീവർഗീസ് തോലത്ത് വിശുദ്ധ കുർബാന നടത്തി. കുർബാനയ്ക്ക് ശേഷം പള്ളിക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണവും നേർച്ച വിളമ്പലും ഉണ്ടായി. സന്ധ്യാ നമസ്കാരത്തിന് ശേഷം കുരിശുപള്ളിക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണവും നേർച്ച വിളമ്പലും നടന്നു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫാദർ ഗീവർഗീസ് തോലത്ത്, കൈക്കാരൻ ലിജു സി ഇട്ടൂപ്പ്, സെക്രട്ടറി ബിനുരാജൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. നൂറ് ദിവസത്തിലധികം മതപ്പാട് കാലം കഴിഞ്ഞ് ഗുരുവായൂർ ദേവസ്വം കൊമ്പൻ ഇന്ദ്രസൻ ഇനി എഴുന്നള്ളിപ്പുകളുടെ തിരക്കിലേക്ക്. ആനയുടെ ചട്ടക്കാരായ കെ.വി. കൃഷ്ണമൂർത്തി, സന്തോഷ് കൊല്ലങ്കോട്, ദിനേശൻ എന്നിവർ രാവിലെ ആനയെ കുളിപ്പിച്ച് ഓഫീസിന് സമീപം കൊണ്ടുനിർത്തി പഴം നൽകി. ചൂണ്ടൽ പഞ്ചായത്തിലെ 11ാം വാർഡ് മഴുവഞ്ചേരിയിൽ കുടിവെള്ള പദ്ധതി നാടിനെ സമർപ്പിച്ചു. കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് നിർവഹിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പി.ടി. ജോസ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, പഞ്ചായത്ത് അംഗം പി.എസ്. സന്ദീപ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി.സി. സെബാസ്റ്റ്യൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച 5.5 ലക്ഷം രൂപയും പഞ്ചായത്ത് ഫണ്ടിൽ നിന്നുള്ള 4 ലക്ഷം രൂപയും ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത്. പദ്ധതി യാഥാർത്ഥ്യമായതോടെ മഴുവഞ്ചേരിയിൽ 24 കുടുംബങ്ങളുടെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി. ഗുരുവായൂർ റെയിൽവേയോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംസ്ഥാന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് നിവേദനം നൽകി. ഗുരുവായൂർ തിരുനാവായ പാത ഉടൻ യാഥാർത്ഥ്യമാക്കുക, നിർത്തിവെച്ച ഗുരുവായൂർ തൃശൂർ സായാഹ്ന പാസഞ്ചർ പുനരാരംഭിക്കുക, 5 ഇരട്ടി വർദ്ധിപ്പിച്ച വാഹന പാർക്കിംഗ് ഫീസ് പഴയ നിലയിലേക്ക് മാറ്റുക, ഉച്ചവേഗതയിലെഴയുന്ന സ്റ്റേഷൻ നിർമ്മാണ പ്രവർത്തികൾ വേഗത്തിലാക്കുക, ദേശീയ തീർത്ഥാടന സ്റ്റേഷനാക്കി ഉയർത്തി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ നേതാവിന് നിവേദനം നൽകിയത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഒ.കെ.ആർ. മണികണ്ഠന്റെ നേതൃത്വത്തിൽ നേതാക്കളായ പി.കെ. രാജൻ, സി.എ. ഗോപപ്രതാപൻ, കെ.പി. ഉദയൻ, വി.കെ. സുജിത്ത്, സി.എസ്. സൂരജ്, നിഖിൽ ജി. കൃഷ്ണൻ, ബാലൻ വാർനാട്ട് തുടങ്ങിയവർ ചേർന്നാണ് നിവേദനം സമർപ്പിച്ചത്. ഗുരുവായൂർ കെ.എസ്.ആർ.ടി.സി. ഗ്യാരേജിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും വിലക്കയറ്റം മൂലം ജീവിതം ദുസ്സഹമായ സാഹചര്യത്തിൽ ജീവനക്കാർക്ക് കുടിശ്ശികയായ DA അനുവദിക്കണമെന്നും KSRTEA CITU ഗുരുവായൂർ യൂണിറ്റ് സമ്മേളനം പ്രമേയം വഴി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നഗരസഭാ ടൗൺ ഹാൾ ഫ്രീഡം ഹാളിലെ സീതാറാം യെച്ചൂരി നഗറിൽ നടന്ന സമ്മേളനത്തിന് യൂണിറ്റ് പ്രസിഡന്റ് നിഖിൽ രാത്ത് പതാക ഉയർത്തിയതോടെയാണ് തുടക്കമായത്. MM നൌഫൽ രക്തസാക്ഷി പ്രമേയവും AG സിന്ധു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. G നിഖിൽ രാത്ത് അധ്യക്ഷനായി. CITU ചാവക്കാട് ഏരിയ സെക്രട്ടറി AS മനോജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിനുമോൻ, ജില്ലാ സെക്രട്ടറി പ്രബിൻ പ്രഭാകരൻ, പ്രസിഡന്റ് മഞ്ജുഷ്, CITU ജില്ലാ കമ്മിറ്റി അംഗം സുന്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി KK ഷിജു യൂണിറ്റ് റിപ്പോർട്ടും ട്രഷറർ MC സുനിൽ ഓഡിറ്റ് റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി സുജിത് സോമൻ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഗുരുവായൂർ ഡിപ്പോ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് പ്രധാന പങ്കുവഹിച്ച ATO രാധാകൃഷ്ണൻ, ADE നിബു തുടങ്ങിയവരെ സമ്മേളനത്തിൽ ഉപഹാരം നൽകി ആദരിച്ചു. മറ്റ് സംഘടനകളിൽ നിന്നും രാജിവെച്ച് അസോസിയേഷനിൽ ചേർന്ന ജീവനക്കാർക്ക് സ്വീകരണം നൽകി. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് KK ഷിജു, വൈസ് പ്രസിഡന്റുമാരായി നിഖിൽ രാത്, MR ഷാജി, സെക്രട്ടറി സേതുമാധവൻ, ജോയിന്റ് സെക്രട്ടറിമാരായി NR ഷൈജു, AG സിന്ധു, ട്രഷറർ MC സുനിൽ തുടങ്ങിയവരെ സമ്മേളനം തെരഞ്ഞെടുത്തു.
വർണ്ണാഭമായി പാലയൂർ ഫെസ്റ്റ് വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഗജവീരന്മാരുമായുള്ള ഘോഷയാത്രയോടെയാണ് പാലയൂർ ഫെസ്റ്റ് ആഘോഷിച്ചത്. യൂത്ത് ഓഫ് പാലയൂരിന്റെ എഴുന്നള്ളിപ്പിൽ പുതുപ്പള്ളി കേശവൻ തിടമ്പേറ്റി. വൈകിട്ട് 5-ന് ചാവക്കാട് സെന്ററിൽ നിന്നും ആരംഭിച്ച എഴുന്നള്ളിപ്പിൽ കൊമ്പന്മാർ, ബാൻഡ് വാദ്യം, വിവിധ വാദ്യമേളങ്ങൾ എന്നിവ അണിനിരന്നു. ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പാലുവായി മഠം കപ്പേള പരിസരത്ത് നിന്നും ആരംഭിച്ച എഴുന്നള്ളിപ്പിനും ഗജവീരന്മാർ, ബാൻഡ് എന്നിവ അകമ്പടിയായി. മലാക്ക് ക്ലബിന്റെ നേതൃത്വത്തിൽ ബാൻഡ് വാദ്യത്തോടെ മുതുവട്ടൂർ സെന്ററിൽ നിന്നും എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. 3 മേഖലകളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾ രാത്രി പാലയൂരിൽ സമാപിച്ചു. വിപിൻ കെ വിൻസെന്റ്, ജെറിൻ ജോസ്, NG മെജോ, ബിനിൽ ജോസ്, ഹെൽവിൻ ജോർജ്, ജേക്കബ് ജോൺസൺ, ഷെനിൽ വിൻസെന്റ്, ജൂവൽ ജോൺസൺ, ജോയൽ ജോയ്, പ്രിൻസ് പിയൂസ് എന്നിവർ നേതൃത്വം നൽകി. വെള്ളാട്ടഞ്ഞൂർ ശ്രീ കൂട്ടുമുച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കർക്കിടക മാസാചരണം ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ നടക്കും. എല്ലാ ദിവസവും ഗണപതി ഹോമം, ചുറ്റുവിളക്ക്, ഭഗവത് സേവ, രാവിലെ പൂമൂടൽ എന്നിവ ഉണ്ടാകും. ഓഗസ്റ്റ് 10-ന് മഹാഗണപതി ഹോമത്തിന് ശേഷം പ്രസാദ ഊട്ട് നടക്കും. ജൂലൈ 24 വ്യാഴാഴ്ച പുലർച്ചെ 4 മണി മുതൽ വെള്ളാട്ടഞ്ഞൂർ പാറക്കടവിൽ വാവുബലി തർപ്പണവും ഉണ്ടാകും. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടിയൂർ നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനാകും. ക്ഷേത്രം മേൽശാന്തി ശ്രീനിവാസ് അയ്യർ സഹകാർമ്മികത്വം വഹിക്കും. രാസവള വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നയത്തിനെതിരെ കുന്നംകുളം ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് കർഷക സംഘം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തി. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി എക്സ്ചേഞ്ച് ഓഫീസിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് M ബാലാജി ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ അധ്യക്ഷനായി. ഏരിയ പ്രസിഡന്റ് AJ സ്റ്റാൻലി, ട്രഷറർ MP പീതാംബരൻ, T മുകുന്ദൻ, KB ജയൻ, പത്മ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. യുവാക്കളെയാണ് ആരെയാ വഞ്ചിക്കാത്തത്. ഈ BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം എന്തെങ്കിലും ജനോപകാരപ്രദമായ ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയാൻ വേണ്ടി കഴിയും? പറയാൻ കഴിയില്ല. ഒരു മേഖലയിലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ മേഖലയും തകർച്ചകൾ നേരിടുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ നാം അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ രാജ്യം അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അന്താരാഷ്ട്ര തലത്തിലുണ്ട്. പട്ടിണിയുടെ കാര്യത്തിൽ ഇന്ത്യ 105 സ്ഥാനത്ത്. രസകരമായ നവമാധ്യമ കാഴ്ചകളുമായി തിരിച്ചെത്താം ഇടവേളകൾ. രണ്ട് പതിറ്റാണ്ട് മുൻപുള്ള സുവർണ ചരിത്രം, കുന്നംകുളത്തിന് നൽകിയ സുവർണ പാരമ്പര്യം. ചരിത്രവും പാരമ്പര്യവും സ്വർണലിപിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം സമർപ്പിക്കുന്നു. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിമിഷങ്ങൾ പരിശുദ്ധിയിൽ തീർത്ത പൊന്നിൽ നിന്നാകട്ടെ. മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വീണ്ടും വാർത്തകളിലേക്ക്. കോൺഗ്രസ് എളവള്ളി മണ്ഡലം കമ്മിറ്റി പരിധിയിലെ വാഗ മേഖലാ കുടുംബസംഗമം സംഘടിപ്പിച്ചു. KP സണ്ണിയുടെ വസതിയിൽ നടന്ന സംഗമം AICC അംഗം അനിലക്കര ഉദ്ഘാടനം ചെയ്തു. എളവള്ളി മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ അധ്യക്ഷനായി. DCC സെക്രട്ടറി ശോഭ സുബിൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി PK രാജൻ മുഖ്യാതിഥിയായി. പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി, P ശിവശങ്കരൻ, KJ ജിൽസൺ, പ്രസാദ് പണിക്കൻ, AD സാജു, സുബിരാജ് തോമസ് എന്നിവർ സംസാരിച്ചു. കുടുംബസംഗമത്തിൽ മുതിർന്ന പ്രവർത്തകരെ ആദരിച്ചു. സുഹൃതം തിരുവെങ്കടത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു. പ്രസിഡന്റ് സ്റ്റീഫൻ ജോസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മേഴ്സി ജോയ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ MSN മേനോൻ കണക്ക് അവതരിപ്പിച്ചു. രക്ഷാധികാരി ബാലചന്ദ്രൻ, ട്രഷറർ MSN മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് CD ജോൺസൺ, സെക്രട്ടറി N രാജൻ, ട്രഷറർ MSN മേനോൻ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. പഴഞ്ഞി അരുവായി ചെറുവർബത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ രാമായണ മാസാചരണം വ്യാഴാഴ്ച ആരംഭിക്കും. കൂറ്റനാട് വടശ്ശേരി ഹരിനമ്പൂതിരി രാമായണ പാരായണത്തിന് നേതൃത്വം നൽകും. ജൂലൈ 21-ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ആനയൂട്ട് എന്നിവ ഉണ്ടാകും. ജൂലൈ 26-ന് നടക്കുന്ന ശ്രീരാമ പട്ടാഭിഷേക ഘോഷയാത്രയോടെ രാമായണ പാരായണം സമാപിക്കും. ഓഗസ്റ്റ് 3-ന് ഇല്ലം നിറയും നടക്കും. നവമാധ്യമ കാഴ്ച. മുഖസൗന്ദര്യം ആസ്വദിക്കാനാണ് മിറർ.
അതിൽ തെറ്റുമില്ല. പക്ഷേ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് പുള്ളിക്ക് മനസ്സിലായിട്ടില്ല. കിഴൂരിൽ നിന്ന് ഗഫൂർ നൽകിയ ദൃശ്യം. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,100 രൂപ, സ്വർണം പവന് 72,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 120 രൂപ. ചർമ്മൻ ചെറുവത്താനിയിൽ താമസിക്കുന്ന പനക്കൽ വീട്ടിൽ പ്രേമരാജൻ നിര്യാതനായി. ഷീബ ഭാര്യയും നിത, നിതിൻ എന്നിവർ മക്കളുമാണ്. അണ്ടത്തോട് കുമാരൻപടി പ്രിയദർശിനി റോഡ് തോട്ടുപുറത്ത് ഉമ്മർ മകൾ ഹസ്നത്ത് എന്ന സന നിര്യാതയായി. 18 വയസ്സായിരുന്നു. ആരിഫ മാതാവും അറാഫത്ത്, ഉക്കാശത്ത് എന്നിവർ സഹോദരങ്ങളുമാണ്. ഖബറടക്കം അണ്ടത്തോട് ഖബർസ്ഥാനിൽ നടന്നു. കുന്നുകുളം മാർത്താറ്റ് നമ്പാത്ത് അപ്പുകുട്ടൻ മകൻ സിദ്ധാർത്ഥൻ നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ഉഷ ഭാര്യയും സന്ദീപ്, ആതിര എന്നിവർ മക്കളുമാണ്. വടക്കേക്കോട്ടൂർ തോട്ടുപുറത്ത് വീട്ടിൽ ശാരദ നിര്യാതയായി. 83 വയസ്സായിരുന്നു. പരേതനായ അച്യുതൻ ഭർത്താവാണ്. പ്രേമ, ഉണ്ണിമോൻ, രാജൻ, അശോകൻ, വത്സല എന്നിവർ മക്കളാണ്. സംസ്കാരം ഷൊർണൂർ ചെറുതുരുത്തി ശാന്തിതീരത്ത് നടന്നു. മൂക്കുതല പിടവന്നൂർ കുന്നത്തറയിൽ റോബി നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ചേലക്കടവ് സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ബിജു, ബിദ എന്നിവർ മക്കളാണ്. പുന്നൂർ എടക്കര മിനി സെന്ററിന്റെ കിഴക്ക് ഭാഗം സുബ്രൻ ഭാര്യ മുണ്ടന്തറ പുഷ്പ നിര്യാതയായി. 58 വയസ്സായിരുന്നു. സുബി, സുഷി, സുമി എന്നിവർ മക്കളാണ്. സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് പരൂർ നിദ്രാലയത്തിൽ നടക്കും. കണ്ണനായ്ക്കൽ വറദപ്പൻ ഭാര്യ അമ്മു നിര്യാതയായി. 73 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് കാട്ടകമ്പാൽ മാർ ഇഗ്നാത്തിയോസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ബഹിരാകാശം കീഴടക്കി ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ഭൂമിയിൽ മടങ്ങിയെത്തി. ശുഭാംശു അടക്കമുള്ള 4 ബഹിരാകാശ യാത്രികരെ വഹിച്ചുകൊണ്ടുള്ള XCM-4 ദൗത്യത്തിലെ ക്രൂ ഡ്രാഗൺ ഗ്രേസ് പേടകം കാലിഫോർണിയ തീരത്ത് വിജയകരമായി ഇറങ്ങി. കേരളത്തിലെ ഭൂരഹിതരായ മുഴുവൻ മനുഷ്യരെയും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുക എന്നതാണ് റവന്യൂ വകുപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രാധാന്യമേറിയതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ നടന്ന പട്ടയമേള റവന്യൂ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. പട്ടയം വിതരണം ചെയ്തത് 262 പേർക്ക്. ചേരി നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി കുന്നംകുളം പാറപ്പുറത്ത് നിന്ന് കുടിയൊഴിക്കപ്പെട്ട 33 കുടുംബങ്ങളിൽ 9 കുടുംബങ്ങൾക്ക് ഇനിയും പട്ടയം ലഭിച്ചില്ല. സ്വന്തമായുള്ള 3 സെന്റ് ഭൂമിയുടെ പട്ടയത്തിനായുള്ള കാത്തിരിപ്പ് ഈ കുടുംബങ്ങൾ തുടങ്ങിയിട്ട് 27 വർഷമായിട്ടും നടപടിയെടുക്കാതെ അധികൃതർ. പട്ടയമേള ദിനത്തിൽ കോൺഗ്രസ് പ്രതിഷേധ സംഗമം കുന്നംകുളത്ത് സംഘടിപ്പിച്ചു. നാട്ടിൻപുറത്തെ സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനം മാതൃകാപരമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ശതാബ്ദി നിറവേറ്റിയ മറ്റം സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ശിലാഫലകം അനാച്ഛാദനം പ്രതിപക്ഷ നേതാവ് നിർവഹിച്ചു. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്നതിന് മുൻപ് മുന്നോട്ടെടുത്ത ബസ്സിൽ നിന്ന് വീണ് യുവതിക്ക് പരിക്ക്. ഗുരുവായൂർ ചുവല്ലൂർപ്പടി സ്വദേശിനിയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.